നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ GSAT 18 74 ഡിഗ്രി വിക്ടേഴ്സ് ചാനലിനെ കുറിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ GSAT 18നോടൊപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ABS2 75 ഡിഗ്രിയും 74 ഡിഗ്രി നമുക്ക് ഒറ്റ ഡിഷിൽ തന്നെ ഒരേ ഒരു KU ബാൻഡ്, അതായത് സിംഗിൾ LMB വെക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടും ലഭിച്ചുകൊണ്ടുണ്ടായിരുന്നു. മുൻപ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള പല വീഡിയോകളും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. വിക്ടേഴ്സ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ടോ, അതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ഡിഷ് ആൻറ്റിനയുടെ ABS സെറ്റ് ചെയ്തിട്ടുള്ള ഡിഷ് ആൻറ്റിന. വീഡിയോകോണിൻ്റെ LMB ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 74-75 ഡിഗ്രി. ഇത് മുൻപ് ട്രാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിഷ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പല ആൾക്കാരും വിക്ടേഴ്സ് പിടിക്കുവാൻ വേണ്ടി, ചാനൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ലഭിക്കുന്നില്ല. ഇതിന് ഡയറക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഡൈസി സ്വിച്ചൊക്കെ കൊടുത്തിരുന്നു, അത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് സിംഗിളായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ട്യൂൺ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിലവിൽ നമ്മുടെ Intelsat 17 സിഗ്നൽ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ ഡൈസിക്ക് ഒഴിവാക്കി കൊടുത്തതാണ്. ഇതിൻ്റെ ABS സെറ്റ് ചെയ്തതിൻ്റെ LMBയും എലിവേഷൻ എസ്യൂമത്ത് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് 74 ഡിഗ്രിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന വിക്ടേഴ്സ് ഇതിനകത്ത് ലഭിക്കുന്നില്ല. പല ആൾക്കാർക്കും ഇത് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ സിഗ്നൽ ലഭിക്കുന്നില്ല എന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് ഗ്രൂപ്പുകളിൽ ചർച്ച വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. ഇനി നമുക്ക് കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ ചാനലുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ ഞാൻ ഇതിൻ്റെ ചാനലുകൾ കാണിക്കുന്നില്ല, അതിന് ദയവായി നിങ്ങൾ ക്ഷമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കാണിക്കാത്തത്. വിക്ടേഴ്സ് ചാനൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വിക്ടേഴ്സ് പ്ലസ് ഇതൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് ABSൽ, അതായത് 74-75 ഡിഗ്രിയിൽ GSAT 18 നമുക്ക് ലഭിക്കുന്നില്ല. ABS2 75 ഡിഗ്രി 74 GSAT 18 നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ സ്ട്രീമിങ്, ഇതിൻ്റെ ആപ്പുകൾ നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ആൻഡ്രോയിഡിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നിലവിൽ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ബ്ലൈൻഡ് സ്കാൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് ന്യൂസ് 18 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലൊക്കെ HD ചാനലാണ്. അത് കൂടുതലും ഫീഡ് ചാനലുകളാണ് അതിനകത്ത് ലഭിക്കുന്നത്. മറ്റ് ക്രിസ്തീയ ചാനലുകളും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ DD ഫ്രീ ഡിഷ് GSAT 15 ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഡിഷ്. അതായത് നമ്മുടെ DD ഫ്രീ ഡിഷ് നമ്മുടെ 74 ഡിഗ്രിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിക്ടേഴ്സ് ചാനൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് GSAT 15 ഇതിന് മുൻപേ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ലിങ്ക്സാറ്റിലെ അപ്ഡേഷൻ ചെക്ക് ചെയ്തു. ലിങ്ക്സാറ്റിലെ അപ്ഡേഷൻ ലേറ്റസ്റ്റ് ജൂണിലുള്ള ലൈവ് സ്ട്രീമിംഗ് ഒക്കെ അപ്ഡേഷനാണ് നിലവിൽ ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ ലിങ്ക്സാറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 74 ഡിഗ്രി ABS 75 74 GSAT 18 എന്നതിനകത്ത് നിലവിൽ ഇപ്പോഴും വിക്ടേഴ്സ് ചാനൽ ഉള്ളതായിട്ട് കാണപ്പെടുന്നതാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ നിലവിൽ നമുക്ക് GSAT 18 74 ഡിഗ്രിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. സെയിം ചാനലുകൾ എന്ന് പറയേണ്ടി വരും. ഒന്നിൽ കൂടുതൽ ചാനലുകൾ നമുക്ക് DD ഫ്രീ ഡിഷിനകത്ത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത് വളരെ നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് 2 ഡിഷ് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇതിനകത്ത് GSAT 15 നമുക്ക്
ഒന്നിൽ കൂടുതൽ ചാനലുകളായിട്ട് പല പ്രോഗ്രാമുകളായിട്ട് നമുക്ക് ഒരേ സമയം തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ വിദ്യ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ. എല്ലാ സംസ്ഥാനത്തെ ചാനലുകളും ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിക്ടേഴ്സ് ചാനലാണ് മലയാളത്തിലുള്ള ചാനലുകൾ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ABSഉം അതേപോലെ 74 ഡിഗ്രിയുള്ള GSAT 18 ഇത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് അന്ന് ഒരുപാട് കാലം മുമ്പേ നമുക്ക് ഒരുപാട് മലയാളം ചാനലുകളും മറ്റ് പ്രോഗ്രാമുകളും ലഭിച്ചിരുന്നു. ഇന്ന് നിലവിലെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ GSAT 15ലേക്ക് മാറിയത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും തന്നെ. നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് അടിക്കുക.